പുറമേ നല്ല മൊരിഞ്ഞതും അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള കട്ട്ലറ്റ് കഴിച്ചിട്ടുണ്ടോ? ഈ മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് നമ്മൾക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ? യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് വേവിച്ചെടുത്ത് ചൂടാറിയതിനു ശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. വേവിച്ചെടുത്ത ചിക്കൻ ഞാൻ ഇവിടെ ഒരു ചോപ്പറിലിട്ട് നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്സി ജാറിലിട്ടും പൊടിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് അരഞ്ഞു പോവരുത്. അതേപോലെ തന്നെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങിയെടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കന് 1/2 കിലോ ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കണം. ഇനി 2 മീഡിയം സൈസ് സവാള ചെറുതായി നന്നായി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തതും കൂടി എടുക്കണം. ഇത് ചതയ്ക്കുന്നതിന് പകരം ചെറുതായി അരിഞ്ഞെടുത്താലും മതിയാവും. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നമ്മൾ കട്ട്ലറ്റ് ഒന്ന് പൊതിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ചൂടായ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോ സവാളയൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ ഇതിലേക്ക് ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. ഇപ്പോ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ഗരം മസാല ചേർക്കുമ്പോഴാണ് കട്ട്ലറ്റിന്റെ ശരിയായിട്ടുള്ള ഒരു ടേസ്റ്റ് വരിക. ഇനി നന്നായി ഇളക്കി പച്ചമണം മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ച് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഉരുളക്കിഴങ്ങിൽ എന്തെങ്കിലും വെള്ളത്തിന്റെ അംശമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കി വരുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോ കട്ട്ലറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിപ്പിനാവശ്യമായി 1/2 മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്കുള്ള ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ എല്ലാം കറക്റ്റ് ആണ്. കട്ട്ലറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് തണുക്കാനായി ഒന്ന് മാറ്റി വയ്ക്കാം. കട്ട്ലറ്റ് മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഓരോ ഉരുളകളാക്കി എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കട്ട്ലറ്റ് മോൾഡിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്.
ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാനിപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ ഇനി ബാക്കിയെല്ലാം നമ്മൾക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട്ലറ്റ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ കട്ട്ലറ്റ് ഇതിലേക്ക് മുക്കിയെടുക്കാനുള്ളതാണ്. ഇനി ഓരോ കട്ട്ലറ്റ് വീതം ഈ മുട്ടയിലേക്ക് നന്നായി ഒന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഇട്ട് എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ പൊതിഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ കട്ട്ലറ്റും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ വറുത്തു കോരാം. നിങ്ങൾക്ക് ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ കട്ട്ലറ്റായി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന രീതിയിൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ കട്ട്ലറ്റ് പെട്ടെന്ന് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കട്ട്ലറ്റ് നല്ല പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചിക്കൻ കട്ട്ലറ്റ് നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിരിക്കും.